ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതേപോലത്തെ PVC പൈപ്പുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഭയങ്കര വെയിലാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അത് വെച്ചിട്ടൊരു പണിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ് വേണ്ട ഈ അഡിനിയം കണ്ടത്. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ പൂന്തോട്ടമാണ്. ഇത് എന്നേ ഉണ്ടായത് 1-2 മാസത്തിൽ കൂടുതലായി ഈ പൂ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റിൽ. അപ്പോൾ ഓൾറെഡി ഇതിനകത്തിൽ ഞാൻ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് പെയിൻ്റ് അടിക്കാൻ ആ കളർ ഇരിപ്പില്ല, അതുകൊണ്ട് ഇത് നമ്മളൊന്ന് കഴുകിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തിട്ട് നേരത്തെ എന്തോ ചെടി ഏതാണ്ട് വെക്കാൻ എടുത്തേ, അപ്പോൾ അന്ന് പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ചെടി നശിച്ചു പോയി. ഈ PVC പൈപ്പ് അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്നൊക്കെ കമ്പോസ്റ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റും അതുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജൈവവളം ഇതിനകത്ത് നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു PVC പൈപ്പാണ്. അപ്പോൾ നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് പൊക്കോളും, കാരണം അമ്മ അതൊരു വെയിലാണ്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേപോലത്തെ വല്ല പ്ലേറ്റ്, ഇത് ബേസൻ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബേസൻ എടുത്തിട്ടുണ്ട്. ഒരു പഴയ ബേസനാണ്. അല്ല നമ്മുടെ കയ്യിൽ ഈ പഴയ അലൂമിനിയം ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ബേസനുണ്ട്. ആ ബേസനിലോട്ട് ഇതേപോലത്തെ ഗോൾഡ് കളറിലെ പെയിൻ്റാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡൻ കളറിലെ പെയിൻറ്റ് ഫസ്റ്റ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള PVC പൈപ്പ് തന്നെ എടുക്കണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും തന്നെ പൊക്കം വേണമെന്നില്ല. അപ്പം ഇങ്ങനൊരു PVC പൈപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ല നമ്മുടെ കയ്യിൽ ഏതാണോ ഇരിക്കുന്നത് അങ്ങനെയുള്ള എടുത്ത് ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി പെയിൻറ്റിങ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി എടുപ്പ് കണ്ടേനെ. അപ്പോൾ ആ കളർ ഇല്ലാത്തതുകൊണ്ടാണ് PVCക്ക് രണ്ടാമത് പെയിൻറ്റിങ് ചെയ്യാഞ്ഞത്. അതിനുശേഷം രണ്ടാമത്തെ കോട്ടിങ് നമ്മൾ ഈ ഒരു ബേസനിലോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നല്ല ചുവന്ന മണ്ണാണ്. ചുവന്ന മണ്ണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വെയിലുണ്ടായിട്ട് വരണ്ട് കിടക്കുവാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് അതിനുശേഷം ഇതേപോലത്തെ 10 മണി ചെടിയാണ് ഇങ്ങനെ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഉള്ള 10 മണിയുടെ ഒത്തിരി നന്നായിട്ട് വലുതായി വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തുമ്പൊടിച്ചാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് സ്പോട്ടൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ PVC പൈപ്പ് എവിടെയാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ആ ഒരു വഴിയിലായിട്ടാണ് വെക്കുന്നത്. അവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ബേസൻ പെയിൻ്റ് അടിച്ച ഈ ഒരു ബേസൻ ചെടിയൊക്കെ നട്ട് ഈ ഒരു സെറ്റാക്കി വെച്ച സാധനമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൂന്തോട്ടമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ പൂന്തോട്ടമൊക്കെ മനോഹരമാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.